നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് നീട്ടി ഹൈക്കോടതി. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ബുധനാഴ്ച ഓൺലൈനായി ഹാജരാകണമെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. 1 പവൻ സ്വർണത്തിന് വില 80,000 കടന്നു. മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M. സുധീറിനെ ആദരിച്ച് പഞ്ചായത്തും PTA-യും. തൃക്കൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴികളുടെ വിതരണം നടത്തി. വാർത്തകൾ വിശദമായി. പാലിയേക്കരയിലെ ടോൾ പിരിവ് തൽക്കാലം പുനഃസ്ഥാപിക്കില്ല. ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്ന ആവശ്യം നിരാകരിച്ച് ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിനോട് തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകിയതാണെന്നും തീരുമാനം വരുന്നതുവരെയാണ് ടോൾ പിരിവ് മരവിപ്പിച്ചതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സർവീസ് റോഡുകളിലെ പ്രശ്നം പരിഹരിച്ചു വരികയാണെന്നും ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച് ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്ന് ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം കോടതി തള്ളി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ജില്ലാ കളക്ടറോട് ഓൺലൈനായി ബുധനാഴ്ച ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. കളക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ടോൾ പിരിവ് സംബന്ധിച്ച തീരുമാനമുണ്ടാവുക. കേന്ദ്ര സർക്കാരിനോടും നിലപാട് വ്യക്തമാക്കാൻ ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുസ്താഖ്, ഹരിശങ്കർ V. മേനോൻ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതി ഗതാഗത കുരുക്കുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയിരുന്നു. ഈ റിപ്പോർട്ടും ചൊവ്വാഴ്ച കോടതിയിൽ സമർപ്പിച്ചു. നേരത്തെ കുരുക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ പ്രശ്നമില്ലെന്നും ഗതാഗതം സുഗമമായി നടക്കുന്നുവെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. സർവീസ് റോഡുകളും ഗതാഗത യോഗ്യമാണെന്നും NHAI പറഞ്ഞു. എന്നാൽ പോലീസ് റിപ്പോർട്ട് അത്തരത്തിലല്ലല്ലോ എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പേരാമ്പ്രയിലെ അടിപ്പാത നിർമ്മാണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് റിപ്പോർട്ട്. ഇത് ഈ മാസം 7-ന് തയ്യാറാക്കിയതുമാണ്. ഇതുകൂടി ജില്ലാ കളക്ടർ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം പിന്നീട് പരിഗണിക്കാനായി കോടതി മാറ്റുകയായിരുന്നു. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗത കുരുക്കുണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം 6-നാണ് കോടതി ടോൾ പിരിവ് ആദ്യം 1 മാസത്തേക്ക് തടഞ്ഞത്. തുടർന്ന് അത് സെപ്റ്റംബർ 9 വരെ നീട്ടുകയായിരുന്നു. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് സർവീസ് റോഡിന്റെ വീതി കൂട്ടുന്നതും ഭാരവാഹനങ്ങൾ നിയന്ത്രിക്കുന്നതും ഉൾപ്പെടെ ദീർഘകാല പദ്ധതികൾ നേരത്തെ ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് സമിതി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. തൃശൂരിൽ നടന്ന പുലിക്കളി മഹോത്സവത്തിൽ വിയൂർ യുവജന സംഘം 1-ാം സ്ഥാനം നേടി. പൂങ്കുന്നം സീതാറാമിൽ ദേശം 2-ാം സ്ഥാനവും നായ്ക്കനാൽ ദേശം 3-ാം സ്ഥാനവും നേടി. നിശ്ചല ദൃശ്യത്തിൽ അയ്യന്തോൾ ദേശം 1-ാം സ്ഥാനം നേടി. നായ്ക്കനാൽ ദേശം 2-ാം സ്ഥാനം, സീതാറാമിൽ ദേശം 3-ാം സ്ഥാനവും നേടി. അളഗപ്പ് നഗർ പഞ്ചായത്തിലെ കുന്നത്തുപാടം, പയ്യാക്കര, വേപ്പൂർ സംയുക്ത ഓണാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനും ഗ്രാമോത്സവം കമ്മിറ്റി ചെയർമാനുമായ ജിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, കമ്മിറ്റി ജനറൽ കൺവീനർമാരായ ബൈജു തട്ല, ഷാജി കാട്ടുപറമ്പിൽ, ജോർജ് കൂടലി എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് അംഗം പ്രസിഡന്റ് എന്ന നിലയിൽ 25 വർഷം പൂർത്തീകരിക്കുകയും പഞ്ചായത്തിന് നിരവധിയായ പുരസ്കാരങ്ങൾക്ക് നേടുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരിയെ ഗ്രാമോത്സവം കമ്മിറ്റി ഭാരവാഹികൾ ജനസേവാ പുരസ്കാരം നൽകി ആദരിച്ചു. റായ്പൂരിൽ വെച്ച് നടന്ന ഫോറസ്റ്റ് റൈഫിൾ ഷൂട്ടിംഗിൽ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയ വാഴച്ചാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നിജോ ജോസിനെയും മികച്ച കർഷകയായ ശലോമി ജേക്കബിനെയും പഞ്ചായത്ത് പ്രസിഡന്റ് അവാർഡ് നൽകി ആദരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാട്സാപ്പ് വെബ് സ്ക്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് പരാതി പ്രളയം. എക്സിൽ ഇത്തരം പരാതികൾ ഏറെ വരുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള വാട്സപ്പ് വെബ് ഉപയോക്താക്കൾ ഇക്കാര്യം നേരിടുന്നുണ്ടെന്നാണ് എക്സിലെ പല കുറിപ്പുകളും കാണിക്കുന്നത്. ഈ പ്രശ്നം നേരിട്ടവരിൽ പലരും സ്വന്തം ലാപ്ടോപ്പിന്റെയോ ഡിവൈസിന്റെയോ കുഴപ്പമാണെന്നാണ് ചിന്തിച്ചത്. എന്നാൽ ചാറ്റിൽ സ്റ്റിക്കർ അല്ലെങ്കിൽ ഇമോജി പാനൽ തുറന്നതിന് ശേഷമാണ് പലപ്പോഴും ബഗ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് ടെക്നോളജി ട്രാക്കർമാർ അഭിപ്രായപ്പെടുന്നു. പരിഹാരം കാണുന്നതുവരെ സ്റ്റിക്കറുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് പലരും നിർദ്ദേശിക്കുന്നത്. തൃക്കൂർ പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രകാരം മുട്ടക്കോഴികളുടെ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു.
വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഡെന്നി പനോക്കാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, ഗിഫ്റ്റി ഡെയ്സൺ, ലിൻഡോ തോമസ്, സൈമൺ നമ്പാടൻ, വെറ്ററിനറി സർജൻ സുനിത തോമസ് എന്നിവർ പ്രസംഗിച്ചു. മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൽ എം സുധീറിനെ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വിദ്യാലയത്തിലെത്തി അനുമോദിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു സന്നിഹിതയായി. പ്രസിഡന്റ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ PTA കമ്മിറ്റി അംഗങ്ങളും എം സുധീറിനെ ഷാൾ അണിയിച്ച് ആദരിച്ചു. NV ബിജു, സുധീഷ് എന്നിവർ സന്നിഹിതരായി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ഓണാഘോഷവും സംഘടിപ്പിച്ച് പുതുക്കാട് തെക്കേത്തുറവ് കൂട്ടായ്മ. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വർഗീസ് തെക്കേത്തല അധ്യക്ഷനായി. ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൽ മുഖ്യാതിഥിയും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് അംഗങ്ങളായ ഫിലോമിന ഫ്രാൻസിസ്, PP സജീവൻ എന്നിവരും വിജയകുമാർ പുതുക്കാട്ടിൽ, ഹരി നടുവം, ജോജോ കുറ്റിക്കാടൻ, രമ്യ കിളിയാറ, ഹരി പേഴേരി എന്നിവരും പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഹോർട്ടിക്കൾച്ചറിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി കൊടകര പേരാമ്പ്ര സ്വദേശിനി ആദ്യ ഷിബു. ചെന്നൈയിൽ വെച്ച് നടന്ന അവാർഡ് ദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് സ്വർണ്ണ മെഡൽ ഏറ്റുവാങ്ങി. BSc ഹോർട്ടിക്കൾച്ചറിലും ആദ്യ ഷിബു റാങ്ക് നേടിയിരുന്നു. അപ്പോളോ ടയേഴ്സ് ജീവനക്കാരനായ ഷിബു തുരുത്തുമേൽ മാള കാർമൽ കോളേജ് ബോട്ടണി വിഭാഗം HOD ബിന്ദു ഷിബു ദമ്പതികളുടെ മകളാണ്. ആദ്യ റാങ്ക് ജേതാവായ ആദ്യയെ കൊടകര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി അനുമോദിച്ചു. ആദ്യ ഷിബു തുരുത്തുമേൽ ഹോർട്ടിക്കൾച്ചർ MSc വിഭാഗത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുകയാണ് ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുകയുണ്ടായി. എന്തായാലും 10ാം റാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യമായാണ് വാർഡിൽ ഒരാൾ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുന്നത്. എന്തായാലും ജനപ്രതി എന്നുള്ള നിലയിൽ എല്ലാ രീതിയിലും എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ നോട്ട് കെട്ട് ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകി പഞ്ചായത്ത് അംഗങ്ങൾ മാതൃകയായി. അളഗപ്പ നഗർ പഞ്ചായത്ത് അംഗങ്ങളായ ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് ഫ്രാൻസിസ് എന്നിവർക്കാണ് 20,000 രൂപയടങ്ങുന്ന നോട്ടുകെട്ട് റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയത്. 500 രൂപയുടെ 40 നോട്ടുകൾ ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാത്രി നടന്നു പോവുകയായിരുന്ന മെമ്പർമാർക്ക് കല്ലൂർ റോഡിൽ നിന്നാണ് പണം കളഞ്ഞു കിട്ടിയത്. റോഡിൽ നിന്ന് പണം ലഭിച്ച വിവരം ഇവർ വാർഡുകളിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചിരുന്നു. തുടർന്ന് പണം പുതുക്കാട് പോലീസിൽ ഏൽപ്പിച്ചു. ആമ്പല്ലൂർ സ്വദേശിയായ മാണിയക്കു വീട്ടിൽ ടിറ്റോയുടേതായിരുന്നു നഷ്ടപ്പെട്ട പണം. ബൈക്കിൽ പോകുന്നതിനിടെ ടിറ്റോയുടെ പോക്കറ്റിൽ നിന്ന് പണം നഷ്ടപ്പെടുകയായിരുന്നു. പുതുക്കാട് SHO ആദം ഖാന്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ ടിറ്റോയ്ക്ക് പണം കൈമാറി. ആമ്പല്ലൂർ സ്വദേശികളായ ആനന്ദൻ, അജിത്, ഉണ്ണികൃഷ്ണൻ എന്നിവരും സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഉപഭോക്താക്കൾ ആശങ്കപ്പെട്ടിരുന്നതുപോലെ 1 പവൻ സ്വർണത്തിന് വില 80,000 കടന്നു. ഒറ്റയടിക്ക് 1000 രൂപയാണ് ചൊവ്വാഴ്ച 1 പവൻ സ്വർണത്തിന് വർദ്ധിച്ചത്. ഇതോടെ പവന് 80,880 രൂപയിലാണ് വ്യാപാരം. ഗ്രാമിന് 125 രൂപ വർദ്ധിച്ച് 10,110 രൂപയായി. പവൻ വില 80,000 കടക്കുന്നതും ഗ്രാമിന് 10,000 രൂപ കടക്കുന്നതും ഇത് ആദ്യമായാണ്. ഇതോടെ 1 പവന്റെ ആഭരണം വാങ്ങാൻ പണിക്കൂലിയും GSTയും അടക്കം ചുരുങ്ങിയത് 90,000 രൂപയ്ക്ക് മുകളിൽ ചെലവാക്കണം. 10% പണിക്കൂലിയുള്ള ആഭരണത്തിന് 8,088 രൂപ പണിക്കൂലി നൽകണം. ഇതിനോടൊപ്പം 53 രൂപ ഹാൾമാർക്കിംഗ് ചാർജും 3% GSTയും സ്വർണ്ണവിലയിൽ ഈടാക്കും. ഡോളർ ദുർബലമാകുന്നതും US തൊഴിൽ കണക്ക് പുറത്തുവന്നതോടെ കൂടുതൽ അളവിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കും എന്ന വിലയിരുത്തലുമാണ് സ്വർണ്ണവില കൂടാൻ കാരണം. ഇനി കാണാം ഇൻഫോടോക്ക്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ശുചിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രഷിംഗ്. പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷും അതേ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം. എന്നാൽ നിങ്ങളുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നിലനിർത്തുന്ന ബ്രഷുകൾ എപ്പോഴൊക്കെയാണ് നിങ്ങൾ മാറ്റി സ്ഥാപിക്കാറുള്ളത്? എത്ര നാളെടുക്കുമ്പോഴാണ് ബ്രഷുകൾ മാറ്റേണ്ടത്? റിപ്പോർട്ട് കാണാം. പല്ലുകളുടെ വൃത്തി ശരീരത്തിന്റെ മൊത്തത്തിലുള്ള വൃത്തിയെ ചൂണ്ടിക്കാട്ടുന്നു. പല്ലിലെ പ്ലാക്ക്, കാവിറ്റീസ്, വായനാറ്റം എന്നിവയ്ക്കെതിരായ ആദ്യത്തെ പ്രതിരോധമാണ് നിങ്ങളുടെ ടൂത്ത് ബ്രഷ്. ശരിയായ ബ്രഷിംഗ് ടെക്നിക്കുകൾ, ഫ്ലോസിംഗ് എന്നിവ ആരോഗ്യകരമായ പല്ലുകൾക്ക് പ്രധാനമാണ്. ദന്ത ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് ഓരോ 3-4 മാസം കൂടുമ്പോൾ മാറ്റണം.
കാലക്രമേണ നിങ്ങളുടെ ബ്രഷിന്റെ നാരുകളുടെ ആകൃതി നഷ്ടപ്പെടുകയും പൊട്ടിപ്പോകുകയും ഫലപ്രാപ്തി കുറയുകയും ചെയ്യും. 3 മാസത്തിന് മുമ്പ് നിങ്ങളുടെ ബ്രഷ് തേഞ്ഞുപോയതായി തോന്നുന്നുവെങ്കിൽ അവ മാറ്റിസ്ഥാപിക്കാൻ കാത്തിരിക്കരുത്. പുതിയ ബ്രഷ് ഫലപ്രദമായി ശുചീകരണം നടത്തും. പഴയ ബ്രഷുകളിൽ ബാക്ടീരിയ, ഈസ്റ്റ്, പൂപ്പൽ എന്നിവ അടങ്ങിയിരിക്കാം. ഇത് നിങ്ങളുടെ വായുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കും. തേഞ്ഞുപോയ ബ്രഷിലെ നാരുകൾ മോണയെ സംരക്ഷിക്കുന്നതിന് പകരം അസ്വസ്ഥതയുണ്ടാക്കും. വൃത്തിയുള്ളതും നന്നായി പരിപാലിക്കുന്നതുമായ ബ്രഷ് മോണരോഗങ്ങൾ, വായനാറ്റം എന്നിവ തടയാൻ സഹായിക്കുന്നു. ചിലപ്പോൾ 3 മാസത്തിന് മുമ്പ് നിങ്ങളുടെ ടൂത്ത് ബ്രഷ് മാറ്റേണ്ടി വന്നേക്കാം. ജലദോഷം, പനി അല്ലെങ്കിൽ തൊണ്ടയിലെ അണുബാധ എന്നിവ നിങ്ങളുടെ ബ്രഷിൽ അണുക്കൾ അവശേഷിപ്പിച്ചേക്കാം. ഇത് വിട്ടുമാറാത്ത രോഗബാധയ്ക്ക് കാരണമായേക്കാം. അവ പുറത്തേക്ക് വളരാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ബ്രഷ് ഫലപ്രദമല്ലാതാകും. കുട്ടികൾ പലപ്പോഴും കൂടുതൽ ശക്തിയോടെ ബ്രഷ് ചെയ്യുന്നതിനാൽ അവരുടെ ബ്രഷുകൾ വേഗത്തിൽ തേഞ്ഞുപോയേക്കാം. അതിനാൽ കുട്ടികളുടെ ബ്രഷും പെട്ടെന്ന് മാറേണ്ടതുണ്ട്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. കല്ലൂർ കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിൽ LP അധ്യാപക സ്ഥിര നിയമന ഒഴിവിലേക്ക് യോഗ്യതയുള്ളവരില്ലെന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9846 155316 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള JPHN ബിരുദവും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൌൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. 40 വയസ്സാണ് പ്രായപരിധി. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 17 വൈകുന്നേരം 5 മണിക്കകം ആരോഗ്യ കേരളത്തിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഗൂഗിൾ ലിങ്ക് വഴി അപേക്ഷിക്കേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,110 രൂപ, പവന് 80,880 രൂപ. പുതുക്കാട് തേറാട്ടിൽ ചക്കാലക്കൽ ജേക്കബ് ഭാര്യ തങ്കമ്മ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. റാഫി, ഡെല്ലി, ജാൻസി, കുമാരി, ജിക്സി, ഫെമി എന്നിവർ മക്കളും ഷാജി, പോൾ, ജോസ്, ജോസഫ്, ബിജു, ജസ്റ്റിൻ എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര പള്ളം കരവട്ട് സന്തോഷിന്റെ മകൾ ശ്രീലക്ഷ്മി അന്തരിച്ചു. 26 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിജയാണ് അമ്മ. സഹോദരി ഭാഗ്യലക്ഷ്മി. ചെങ്ങാലൂർ കണ്ണത്ത് കുര്യാക്കോസ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11:30-ന് ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ. ആനിസാണ് ഭാര്യ. ബിജു, ബിനു എന്നിവർ മക്കളും ട്രീസ, ശോഭിത, ആശ എന്നിവർ മരുമക്കളുമാണ്. വരാക്കര കൈനാടത്തുപറമ്പിൽ ലോനപ്പൻ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ സെലീന, ജേക്കബ്, വാറുണ്ണി, മേഴ്സി, ആനി, പോൾ, മിനി എന്നിവർ മക്കളും ബീന, ജോളി, പോൾസൺ, സ്മിത, ഷാജൻ, പരേതനായ സെബാസ്റ്റ്യൻ എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട വലിയ വീട്ടിൽ എടത്തിരുത്തിക്കാരൻ ജോസിന്റെ ഭാര്യ മേരി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ. ഗ്രേസി, റൂബി, ജസീന, ബെന്നി, ലിസി എന്നിവർ മക്കളും വർഗീസ്, ആന്റു, ലിനി, വിൽസൺ, പരേതനായ പോൾ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് നീട്ടി ഹൈക്കോടതി. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ബുധനാഴ്ച ഓൺലൈനായി ഹാജരാകണമെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. 1 പവൻ സ്വർണത്തിന് വില 80,000 കടന്നു. മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M സുധീറിനെ ആദരിച്ച് പഞ്ചായത്തും PTA-യും. തൃക്കൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുട്ടക്കോഴികളുടെ വിതരണം നടത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.